സാധനം കിട്ടിയിട്ടാ. ഹായ് ഡിയേഴ്സ്, ഞാൻ ഔഷാദ പോട്ടക്. ഡിയേഴ്സ്, ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്കാണ്. കാരണം നമുക്കിത് വല്ലാണ്ട് മിസ്സാവുന്ന സാധനങ്ങളാണ് ഈ മത്തൻ്റെ ഇല. അതുപോലെ ഇത് നമുക്ക് ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഈ ഇണ്ണിത്തണ്ട് എന്ന് പറയുന്ന സാധനം. അതുപോലെ ഈ ചേമ്പിൻ്റെ തണ്ട്, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതിനൊരു കടയിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളെ നൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യും ഒക്കെ ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെസ്റ്റിസൈഡ്സോ കെമിക്കൽ സ്പ്രേകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഓർഗാനിക്കലി ഗ്രോൺ ആണ്. ഇതിന് ഈ ഫാക്ടം ഫോഴ്സ് പോലുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ ന്യൂട്രിയൻ്റായ ഒരു കെമിക്കലും ഇടാത്ത സാധനങ്ങളായിരിക്കും. പക്ഷെ നമ്മളിത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. നമ്മളെ തൊടികളിലൊക്കെ ഇത് അങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ മദറിൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതെന്ന് ഞാൻ പറയും. കാരണം അത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മത്തൻ്റെ ഇല എന്ന് പറയുന്നത്, നമ്മളെ പംകിൻ ലീവ്സ്. ഇത് ഹൈലി കണ്ടന്റ് ഓഫ് വൈറ്റമിൻ എ, സി, ഇ, അതായത് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. പിന്നെ അതുപോലെ വൈറ്റമിൻ ബി ഒരുപാടുണ്ട്. നമുക്ക് കണ്ണിനും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു അധികം ഉപ്പിടാതെ ഇത് കറി വെച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളെ ബ്ലഡ് പ്രഷറിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ രക്തത്തിന് അത് ഹീമോഗ്ലോബിൻ, അതായത് നമ്മളെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. കാരണം അയൺ കണ്ടന്റ് വളരെ കൂടുതലുള്ള ഒരു സാധനമാണ്. ഫൈബർ ഉണ്ട് ഇതിൽ നന്നായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലബന്ധം അങ്ങനത്തെ ഇഷ്യൂ ഉള്ള ആളുകൾക്കൊക്കെ ഇതിനൊക്കെ പുറമെ വളരെ ടേസ്റ്റിയാണിത്. ഇത് റൈസ് സൂപ്പിലിട്ടിട്ട് നമ്മളിതിനെ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പോലെ താളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡെലീഷ്യസ് ആണ്. എനിക്ക് വളരെ ഫേവറേറ്റ്, ബട്ട് സെയിം ടൈം വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ്. അതുപോലെ മറ്റൊരു സാധനമാണ് നമ്മുടെ ബനാന ട്രീ സ്റ്റെം, അതായത് ഇണ്ണിത്തണ്ട് എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് നമ്മളെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടും, കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാനും ബാഡ് കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ മറ്റൊരു അടിപൊളി സാധനമാണത്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള. ഇപ്പോൾ ഒരുപാട് വൈറ്റമിൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ എ, സി, ഇ, അതുപോലെ വൈറ്റമിൻ B12, പിന്നെ ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയ മറ്റൊരു അടിപൊളി സാധനമാണിത്, നമ്മുടെ ചേമ്പിൻ്റെ തണ്ട്. പക്ഷേ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്ന ആളുകൾ, കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് പൊതുവേ ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് നന്നാവും. ഞാൻ ഇത്ര നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കേസാണ്. പക്ഷേ നമ്മൾ പ്രവാസികൾക്ക് സംബന്ധിച്ചിടത്തോളം ഞാനിത് മെയിനായിട്ട് പറയാം. നമ്മൾ ഒരുപക്ഷെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ബീഫ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അച്ചാർ കൊണ്ടുവരാൻ, പിന്നെ അല്ലെങ്കിൽ ചിപ്സ്, ബേക്കറീസ് ഒക്കെ നമ്മൾ പറയും. പക്ഷേ അതിന് പകരം നിങ്ങൾ പരമാവധി നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ അവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ മിസ്സായിട്ടുണ്ടാവും. അവർക്ക് നിങ്ങൾ ഇത്ര സാധനങ്ങളൊക്കെ കൊടുത്തു വിടാൻ വേണ്ടി നിങ്ങളുടെ കുടുംബക്കാരോട് പറയുകയാണെങ്കിൽ ഒരുപാട് നാച്ചുറലി അവർക്ക് കിട്ടേണ്ട കുറേ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടും. കാരണം നമുക്ക് അവിടെ കിട്ടുന്നതിൽ നല്ലൊരു ശതമാനം നമ്മൾ ഈ സ്പ്രേ അടിച്ചതും പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച സാധനങ്ങളെ നാച്ചുറലി നമുക്കൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയ പലതും നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തയക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കൊടുത്തയക്കാൻ വേണ്ടി നിങ്ങൾ പറയാം. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടാത്ത ചില സാധനങ്ങൾ, നമ്മൾ ബദാം, പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഇത് കിട്ടില്ലെങ്കിൽ നമ്മൾ നൈബേഴ്സിനൊക്കെ സന്തോഷമായിട്ട് നമ്മൾ ചോക്ലേറ്റ്സൊക്കെ കൊടുക്കുമ്പോൾ അത് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ തിരിച്ച് വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യാറുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. കാരണം നമുക്കിതൊക്കെ വർഷത്തിൽ 1-2 തവണ മാത്രം ആസ്വദിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണിത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ റിയൽ ആയിട്ടുള്ള നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ സഹായിക്കും.